കേട്ടോ. പിന്നെ ഞാൻ ഒറ്റൊരു വീഡിയോ ആക്കി ഫുൾ ഉത്സവം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ വലിയ വിളക്കും അയ്യപ്പൻ വിളക്കും പിന്നെ അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇത് വലിയ വിളക്കിന് ഞാൻ ആനകൾ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നെടുത്തതാണ് കേട്ടോ. ഈ ഒരു ഷോട്ടിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. കൂടെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ പഴയ വീട്, അവിടെ പുതിയ വീട്. അങ്ങനെ പോണേ അമ്പലം സ്കൂളിൽ പോകും. ഓ ഇത് അയ്യപ്പൻ വിളക്കിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. രണ്ടാം ദിവസമായിരുന്നു അയ്യപ്പൻ വിളക്ക്. അപ്പോൾ നമ്മൾ വന്നിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്ത് പോയിട്ട് പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു, കാഴ്ചകൾ കണ്ടു. വെള്ളം വീട്ടിൽ നിന്ന് വന്നപ്പോൾ കിണറ്റിന്ന് കോരി കുടിക്കായിരുന്നു. അമ്മയ്ക്ക് ഈ അമ്പലത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇതെന്താ ഹോട്ടലാ? എന്റെ ഒരു ബസ്സിൽ വരുന്നത് ഷേക്ക് വാങ്ങിക്കാനാണോ ജ്യൂസ് കുടിക്കാനാണോ എനിക്കറിയണം. അത് തന്നെ ഇങ്ങനെയുണ്ടോ പിള്ളേര്? അത്തുണ്ണി വാ, അതവരെടുത്ത് വെച്ചു. അത്തു വാ. ഹലോ ഗൈസ്, ഒരു ഒരെണ്ണം കൂടി ഇല്ലേടാ നിനക്ക്? ഒരാളും കൂടി ഉണ്ട്, മൂത്തത്. അത് ഇവനെനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് രണ്ടിനും ഓർമ്മയില്ല. അയ്യോ പ്രോഡക്റ്റ് ഇവിടെ നല്ല മാസ്ലേറ്റ് ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ. ആന 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 അത്തോ അത്തോ ആന നടക്കാൻ അവിടെ ഇരിക്കായിരുന്നോ? ഇവിടെ നല്ല ഇവിടത്തെ അവിടെ ഇരുന്നു. വീഡിയോ ഗുഡ് ബോയ് ആണ്. നമ്മുടെ പൊന്നു പോയി ഇവിടെ ഉടുപ്പുമാ ചെളിയാവും. എന്തിനാ വാശി പിടിക്കണേ? വളരെ ജനസമുദ്രം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജനലക്ഷം എന്ന് പറയാൻ കുറേ പേരുണ്ട് ആൾക്കാർ. ഇവിടെ ഈ ചുറ്റുപാടുള്ള എല്ലാവരും വരുന്ന ഒരമ്പലമാണ്. ഊട്ടുപുര ഏത് പ്രസാദം.
ശരിക്കും 9 വർഷം മുമ്പ് എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിനോട് വളരെ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പണ്ട് തുടങ്ങി വരുന്ന ഒരു അമ്പലം തന്നെയാണ്. മാത്രമല്ല ഈ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് ഉള്ളത് കൂടുതലും പേര്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത അമ്പലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കപ്പശ്ശേരിയിൽ ഒരു അമ്പലമുണ്ട് കൃഷ്ണൻ്റെ. ആ അമ്പലത്തിലുമാണ് കൂടുതലും ഞങ്ങൾ പോകുന്നത്. തൊട്ടടുത്തുള്ള ഒരു അമ്പലം ചെറിയ അമ്പലമാണ്. അവിടെ ഉത്സവമായിട്ടൊന്നുമില്ല. അവിടെ പ്രതിഷ്ഠാദിനം മാത്രമേ നമ്മൾ അവിടെ ആഘോഷിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ മെയിനായിട്ട് ഈ 2 അമ്പലത്തെയാണ് സ്ഥിരം പോകുന്നത്, നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മുടെ അമ്പലങ്ങളാണ്. പിന്നെ അവിടെ വേറെ കുറച്ച് ആവണങ്കോട് സരസ്വതി ക്ഷേത്രമുണ്ട്, പിന്നെ നെടുമ്പാശ്ശേരി കുറുമ്പക്കാവ് ദേവി ക്ഷേത്രം ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോവും. എന്നാലും കൂടുതലും ഞങ്ങൾ ഫുൾ ടൈം 7 ദിവസമൊക്കെ കൂടുന്ന ഇവിടെയാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരലുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ അമ്പലങ്ങളുടെ ഉത്സവം വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിളക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ആക്ച്വലി. Expert. Okay. Doshchevi. Arapore vayere, morambore chevi, chulipore vale, tunupore kale. Rale odi dubai. ആനയുടെ പുറത്തിരുന്ന ഭഗവാൻ. പക്ഷെ അത് ഭഗവാനല്ലല്ലോ. ഇറങ്ങുമ്പോ വാങ്ങിച്ചു തരാന്ന്. അച്ഛൻ മാമ എടുത്തല്ലേ? അടുത്തൊരു വ്യൂ എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലാണ് കേട്ടോ. ചന്ദ്രനും ഉദിച്ചു നിൽക്കുന്നു, അതോടൊപ്പം ഭഗവാന്റെ തിടമ്പേറ്റി നിൽക്കുന്ന ആനയും. അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് എടുത്തായിരുന്നു. എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനൊരു വ്യൂ ആ കിട്ടിയത് ക്യാൻവാസ് ഇട്ടപ്പോൾ. എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു, 9 അല്ലാതെ കഴിഞ്ഞിരുന്നു. പിന്നെ അതേ ഞങ്ങൾ എവിടേക്കൊക്കെ പോയി. പിള്ളേർക്ക് കപ്പലണ്ടി, ഐസ്ക്രീം, പിന്നെ കളിപ്പാട്ടമൊന്നും ഞാൻ എൻ്റർടൈൻ ചെയ്യില്ല. കാരണം വീട്ടിൽ അതായിട്ട് നിവർത്തിയില്ല. നടക്കാനും പിടിക്കാനും ഒന്നും പറ്റില്ല. ഈ കളിപ്പാട്ടത്തിൻ്റെ ഓരോന്നും ഒടിച്ചൊടിച്ച് എല്ലായിടത്തോടും കാല് കുത്തി കയറും. പിന്നെ ഞങ്ങൾ അതേ കുലുക്കി സർബത്തൊക്കെ കുടിച്ചു, മക്കൾക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മുളക് ബജി വേണമെന്നും പറഞ്ഞിട്ട് മുളക് ബജിയും വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അടിപൊളി ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി
ടഫ് ടാസ്ക് ബട്ട് എന്നാലും നമുക്കൊരു രസമല്ലേ. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടും. തിരക്കിനിടയിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നോക്കാനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ പാരൻസ് എന്തായാലും കൊണ്ടുപോകുമല്ലോ അവരെ. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോയി ഇവർക്ക് ശീലമായി. വീട്ടിൽ വേറെ ആരും തന്നെ അങ്ങനെ നോക്കാനില്ലാത്ത കാരണം എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അത് കാരണം ഇവർ ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വരികയും ചെയ്യും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.